ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ദശകം 16 നരനാരായണ അവതാരവും ദക്ഷയാഗവും. ശ്ലോകം 1. ദക്ഷോ വിരിഞ്ചതനയോദമനസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശചാപകന്യ ധർമ്മേ ത്രയോദശദതൗ പിതൃഷു സ്വതാം ച സ്വാഹാം ഹവിർഭുജി സതീം ഗിരിശേ തുദംശേ. പദം. ദക്ഷ വിരിഞ്ച തനയ അധ മനോ തനൂജ ലബ്ധ്വാ പ്രസൂതി ഇഹ ഷോഡശ ച ആപകന്യ ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വതാം ച സ്വാഹാം ഹവിർഭുജി സതീം ഗിരിശേ ത്വത് അംശേ. അർത്ഥം. ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷമഹാരാജാവ് സ്വയംഭൂ മനുവിൻ്റെ പുത്രിയായ പ്രസൂതിയെ പത്നിയാക്കി. അദ്ദേഹത്തിന് അവളിൽ 16 കന്യകമാരെ ലഭിച്ചു. ആ കന്യകമാരിൽ 13 പേരെ അദ്ദേഹം ധർമ്മദേവനും സ്വതയെന്ന പുത്രിയെ പിതൃക്കൾക്കും സ്വാഹയെ അഗ്നിദേവനും സതിയെ അങ്ങയുടെ തന്നെ ആത്മാംശമായ പരമേശ്വരനും ദാനം ചെയ്തു. ശ്ലോകം 2. മൂർത്തിർഹി ധർമ്മഗൃഹിണീ സുഷുവേ ഭവന്തം നാരായണം നരസഹം മഹിതാനുഭാവം യജ്ജന്മനെ പ്രമുദിതാ കൃതതുര്യഘോഷ പുഷ്പോത്കരാൻ പ്രവവൃഷുർ നുനുവുസുരൗഹ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദം. മൂർത്തി ഹി ധർമ്മഗൃഹിണി സുഷുവേ ഭവന്തം നാര അയനം നരസഹം മഹിത അനുഭാവം യത് ജന്മനി പ്രമുദിത കൃതതുര്യഘോഷാഃ പുഷ്പ ഉത്കരാൻ പ്രവവൃഷു നുനുവു സുര ഔഹ. അർത്ഥം. ധർമ്മദേവൻ്റെ ധർമ്മഭഗ്നിയായ മൂർത്തിദേവി പ്രശംസനീയമായ മാഹാത്മ്യങ്ങളോടുകൂടി മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമായ നരനോട് ചേർന്ന് നാരായണനെ തന്നെ പ്രസവിച്ചു. ആ ജന്മവേളയിൽ ആമോദം പൂണ്ട ദേവന്മാർ വാദ്യഘോഷങ്ങളോടൊത്ത് പുഷ്പവൃഷ്ടി ചെയ്യുകയും അങ്ങയെ സ്തുതിക്കുകയും ചെയ്തു. ശ്ലോകം 3. ദൈത്യം സഹസ്രകവചം കവചൈവരീതം സാഹസ്രവത്സരതപ സമരാഭിലവ്യൈ പര്യായ നിർമ്മിത തപസ്സമരൗ ഭവന്തൗ ശിഷ്ടൈകങ്കടമമം നിഹതാം സലീലം. പദം. ദൈത്യം സഹസ്ര കവചം കവചൈ പരീതം സാഹസ്ര വത്സര തപ സമര അഭിലവ്യൈ പര്യായ നിർമ്മിത തപ സമരൗ ഭവന്തൗ ശിഷ്ട ഏക കങ്കടം അമും നിഹതാം സലീലം. അർത്ഥം. ഇടവിട്ട 1000 കൊല്ലത്തെ തപസ്സും യുദ്ധവും മൂലം മാത്രം ഛേദിക്കപ്പെടാൻ കഴിയാവുന്ന 1000 കവചങ്ങളാൽ സംരക്ഷിക്കപ്പെട്ട ശരീരമുള്ള സഹസ്ര കവചൻ എന്ന രാക്ഷസനെ നരനാരായണ സ്വരൂപനായ അങ്ങ് ഊഴമിട്ട് തപസ്സും യുദ്ധവും ചെയ്ത് അന്ത്യത്തിൽ ഒരു കവചം മാത്രം അവശേഷിച്ചപ്പോൾ നിഗ്രഹിക്കുകയും ചെയ്തു. ശ്ലോകം 4. അന്വാചരന്നുപദിശിന്നവിമോക്ഷധർമ്മം ത്വം ഭ്രാതർമാൻ ബദരികാശ്രമമധ്യവാത്സീഹി ശക്രോദദേശമതപോബല നിസ്സഹാത്മാ ദിവ്യാംഗന പരിവൃതം വ്രജികായമാരം. പദം. അന്വാചരൻ ഉപദിശൻ അഭി മോക്ഷധർമ്മം ത്വം ഭ്രാതർമാൻ ബദരിക ആശ്രമം അധ്യവാത്സി ശക്രഃ അത തേ ശമ തപ ബല നിസ്സഹ ആത്മാ ദിവ്യ അങ്കന പരിവൃതം പ്രജികായ മാരം. അർത്ഥം. അങ്ങ് ഭ്രാതാവായ നരനോടുകൂടി ലോക സംരക്ഷണാർത്ഥം മോക്ഷധർമ്മങ്ങൾ അനുഷ്ഠിച്ചും ഉപദേശിച്ചും ബദരികാശ്രമത്തിൽ വസിക്കവേ അങ്ങയുടെ സാധനയിലും തപപ്രഭാവത്തിലും അസൂയാലുവായ ഇന്ദ്രൻ അവ ഭംഗപ്പെടുത്താൻ വേണ്ടി അപ്സരസുകളെയും മാരനെയും അവിടേക്ക് അയച്ചു. ശ്ലോകം 5. കാമോ വസന്തമലയാനില ബന്ധുശാലി
കാന്താകടാക്ഷ വിശികേർവികസദ്വിലാസൈ വിദ്യന്മുഹുർമുഹുരകമ്പമുദീക്ഷതത്വാം ഭീതസ്ത്വയാത ജഗതേ മൃദുഹാസഭാജ. പദം കാമ വസന്ത മലയ അനില ബന്ധുശാലീ കാന്താ കടാക്ഷ വിശിഖൈ വികസത് വിലാസൈ വിദ്യൻ മുഹുഹു അകമ്പം ഉദീക്ഷ ച ത്വാം ഭീത ത്വയാ അഥ ജഗതി മൃദുഹാസപാജ. അർത്ഥം: വസന്തത്തിൻ്റെയും മലയാനിലിൻ്റെയും ബന്ധുബലത്തോടുകൂടി അതിവിലാസിനികളായ അപ്സരസുകളുടെ കടാക്ഷ ശരങ്ങളാൽ അങ്ങേ പ്രഹരിക്കുന്ന കാമൻ സംഭ്രാന്തനാകുമാറ് അങ്ങ് അജഞ്ചലനായി വസിച്ചു. പിന്നീട് അങ്ങ് മൃദുസ്മേരവതനായി പറഞ്ഞു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നിർത്തട്ടെ. ഹരി ഓം തത്സത്.